ഇന്ന് നമുക്ക് നല്ലൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ പോലും ഒരു ടെൻഷനും ഇല്ലാതെ തീർച്ചയായിട്ടും ഒരു രീതിയിലും ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഉൾഭാഗത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ കുറേ മുൻപും ഇതുപോലത്തെ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിലാണ്. ആദ്യം ഒരു 1.5 കപ്പ് അളവിൽ പച്ചരി ഒരു 3-4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണിത്. വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവിയതും കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചോറും ചേർത്ത് കൊടുക്കട്ടെ. ചോറുണ്ടെങ്കിലും മതി, അത്ര നിർബന്ധമല്ല. പക്ഷേ ഒരിക്കലും ചോറിൻ്റെ അളവ് കൂടി പോകരുത്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് മാത്രം വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല കട്ടിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതിന് 1.5 കപ്പ് അളവ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പിലും കുറച്ച് താഴെ വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതായത് 1 കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂണൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇതിനി ഒരു ചൂടോട് കൂടി തന്നെ ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കുക നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു മാവിലേക്ക്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കലക്കിയെടുക്കണേ, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകുന്നൊരു പ്രശ്നം വരും. വേഗം അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതിയാകും. ഈ ഒരു ശർക്കരപ്പാനി ഇങ്ങനെ ചൂടോട് കൂടെ ഒഴിച്ചാൽ മാത്രമേ നമ്മൾ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഉള്ളിലൊക്കെ നല്ല ആരെടുത്തിട്ടുള്ള ഒരു രീതിയിൽ കിട്ടുള്ളൂ. ഇനി കുറച്ച് ബേക്കിംഗ് സോഡ വേണം. ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് താഴെ മതി കേട്ടോ, നിറച്ച് വേണ്ട. അത് ഇതുപോലെ ഇത്തിരി മാവ് ആദ്യം എടുത്തിട്ട് അതിലേക്ക് അങ്ങ് മിക്സ് ആക്കുക, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് മിക്സ് ആക്കി കിട്ടാനും. എന്നിട്ട് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. ഇതിങ്ങനെ കാണുമ്പോൾ കുറച്ച് ലൂസാന്നൊക്കെ തോന്നും, പക്ഷേ ഈ ഒരു കട്ടിയിൽ തന്നെയാണ് കേട്ടോ, ഈ ഒരു ലൂസിൽ തന്നെയാണ് വേണ്ടത്. ഇനി വേഗം തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കണം, ഈ ഒരു ചൂടിൽ തന്നെ കേട്ടോ. ഇനി അപ്പം ചുട്ടെടുക്കാനുള്ള പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നല്ല ചെറുതായി മുറിച്ചിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ കുറച്ച് കൂടുതൽ ചെറിയുള്ളി ഇതുപോലെ ഇട്ട് നല്ലോണം നിങ്ങൾ വറുത്തെടുക്കാം കേട്ടോ. ഇതിൽ നിന്നൊരു 1-2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം, മേലെ ഇട്ട് കൊടുക്കാനാണ്. എന്നിട്ട് തീ നന്നായിട്ട് കൂട്ടി വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു മാവ് ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് മേലേക്ക് ബാക്കി വെച്ചിട്ടുള്ള ഒരു ഉള്ളിയും തേങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ആദ്യത്തെ ഒരു 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു 15 to 20 മിനിറ്റ് മാക്സിമം കേട്ടോ, ചെറിയ തീയിൽ വെച്ചാൽ മതി. ആ സമയത്ത് അടിയിൽ ഒരു പഴയ തവ വെച്ചിട്ട് വേണേൽ വെക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മളത് തുറന്നു വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ വേവാനൊക്കെ ഇത്തിരി ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വളരെ ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണേ. അപ്പോൾ ആ സമയത്ത് ഒരു അടപ്പിൻ്റെ മേലുള്ള വെള്ളം ഒന്ന് ജസ്റ്റ് അങ്ങ് തുടച്ച് കളയുക, അല്ലെങ്കിൽ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെള്ളം ഉറ്റി കിടക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് അത്യാവശ്യം നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം മുറിച്ച് കഴിച്ചാൽ മതി. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് കിട്ടുക കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുക്കറിലുള്ളതും അല്ലാതെ ഇരുമ്പ് ചട്ടിയിലുള്ളതൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലുള്ള അപ്പം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ. ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. താങ്ക്